ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുത്തു, 126 ലൈസൻസ് കൊടുത്തു. അയാൾ തന്നെ അതേസമയം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വണ്ടിക്ക് ആ അത്ഭുത പ്രകാശം നടത്തിയ ആളെ സർവീസിൽ നിന്ന് തിരിച്ചു. കെ.വി. ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ നിർത്തിപ്പൊരിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാനിപ്പോൾ കണ്ടായിരുന്നു. വില്ലേജ് വാർത്ത എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആ വീഡിയോയുടെ പൂർണ്ണ രൂപം കിടപ്പുണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ ഫുൾ വീഡിയോ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ജസ്റ്റ് കയറി നോക്കുക, ചാനലിൽ കയറി നോക്കുക, കൃത്യമായ രീതിയിൽ അതിൻ്റെ വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കൈക്കൂലി മേടിക്കുന്ന ടീമൊക്കെയാണ്. നല്ല രീതിയിൽ കേരളത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൈക്കൂലി മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ടീമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ. ഒരു വണ്ടി എടുത്തിട്ട് രജിസ്ട്രേഷന് ചെല്ലുമ്പോൾ നമുക്കറിയാവുന്ന കേസാണ്. ഏജന്റ് ഇല്ലാതെ ഒരു കളിയും നടക്കത്തില്ലായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ. ഈ ഉദ്യോഗസ്ഥരെ മന്ത്രി നിർത്തിപ്പൊരിപ്പിക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു നല്ല ചൂടുള്ള സമയത്ത് ഒരു സോഡാ സർവത്ത് കുടിച്ച ഫീലാണ് എനിക്കുണ്ടായത്. പക്ഷെ ഇതുപോലൊക്കെ വേണം ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ. ഈ സ്പീച്ചിനകത്ത് പറയുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ഒരു ദിവസം ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ 130ഓളം ലൈസൻസ് ഒരാൾക്ക് കൊടുക്കുന്നു, അതേസമയം ഫിറ്റ്നസിന്റെ ടെസ്റ്റ് നടത്തുന്നു. സംഭവം ഉടായിപ്പ കാശ് മേടിച്ചിട്ട് മറ്റേ പരിപാടി കാണിച്ചാണ് പുള്ളിക്കാരനെ പിരിച്ചുവിടും എന്ന് പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് കുറച്ച് പരിഷ്കാരങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കെ.വി. ഗണേഷ് കുമാർ കൊണ്ടുവന്നായിരുന്നു. നമ്മുടെ നാട്ടിലും പരിഷ്കരണങ്ങൾ വേണം ഈ ലൈസൻസിന്റെ കാര്യത്തിലേക്ക്. ഇപ്പം ലൈസൻസ് മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് വണ്ടി ഓടിക്കാൻ അറിയാത്ത കുറേ ടീം നമുക്ക് ചുറ്റുപാടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളുടെ സുഹൃത്തുക്കളെ വണ്ടി ഓടിക്കാൻ അറിയാത്ത ടീമിൻ്റെയൊക്കെ ഒന്ന് മുഖം ഒന്ന് ആലോചിച്ചാൽ മതി. ഇവരുടെയൊക്കെ പോക്കറ്റിൽ ലൈസൻസ് ഇരിപ്പുണ്ട്, പക്ഷേ വണ്ടി ഓടിക്കാൻ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. ഒരു കയറ്റത്ത് കൊണ്ട് വണ്ടി ചവിട്ടി നിർത്തിയിട്ട് പിന്നെ എടുത്തുകൊണ്ട് പോകാൻ അറിയാത്ത ടീമിൻ്റെ കയ്യിൽ എല്ലാം ലൈസൻസ് ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള ടീമിനൊന്നും ഇനി ലൈസൻസ് കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഒരു പരിഷ്കരണം വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പരിഷ്കരണമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് നാട്ടുകാർക്ക്. ഇതേ ആൾക്കാർ ദുബായി പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കെട്ടി വെച്ചിട്ട് അവിടെ എത്ര പ്രാവശ്യം വേണമെങ്കിൽ ലൈസൻസിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിൽ ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ, അത്യാവശ്യം ഒരു വ്യത്യാസം വരും. സംഭവം എടുത്തേ പറ്റത്തുള്ളൂ. കാരണം റോഡിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഈ വണ്ടി ഓടിക്കാൻ അറിയാത്തവന്മാരൊക്കെ നമ്മുടെ ദേഹത്ത് കൊണ്ട് ഇടിച്ച് നമുക്ക് എന്തെങ്കിലും പറ്റുന്നതിനൊക്കെ നല്ലതാണ് ലൈസൻസിൽ പരിഷ്കരണം കൊണ്ടുവരുന്നത്. ഇപ്പം ലൈസൻസ് ഉള്ളവർക്കും ഒരു റീടെസ്റ്റ് ഒക്കെ നടത്തിയാൽ ഒരു കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പലർക്കും ഇപ്പം നെറ്റി ചുളിച്ച് കാണും. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഉദ്യോഗസ്ഥരെ നിർത്തിപ്പൊരിപ്പിക്കുന്ന ഒരു മന്ത്രി കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്രത്തിൽ കുറച്ച് ആൾക്കാർ ഇപ്പോൾ സമരം നടത്തിയായിരുന്നു ഈ പരിഷ്കരണത്തിനെതിരെ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ കയറി അവർക്കിടയിൽ നിന്നുകൊണ്ട് ഈ സമരത്തെ ഈ പരിഷ്കരണത്തെ പൊളിക്കാൻ നോക്കിയ ചില ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കൃത്യമായ രീതിയിൽ കൃത്യമായി പണി തരും എന്ന് ഉദ്യോഗസ്ഥരുടെ ഫ്രണ്ട് എന്ന് തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പം ഇതുപോലെയൊക്കെ സംസാരിക്കുന്ന ഒരു മന്ത്രി തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് മീഡിയയ്ക്ക് വേണ്ടിയൊക്കെ പുള്ളിക്കാരൻ പലതുമൊക്കെ പറയാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനും ഉദ്യോഗസ്ഥരെ ചൊൽപ്പിടിക്ക് നിർത്താനും കൃത്യമായി പണിയെടുപ്പിക്കാനും കെ.വി. ഗണേഷ് കുമാറിന് പറ്റുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പലതരത്തിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടാക്രമണമൊക്കെ ഉണ്ടല്ലോ, എന്തോ ഗുണ്ടാക്രമണം, റോഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല, റോഡിൽ വണ്ടി തല്ലി പിടിക്കുന്ന സീൻ, അല്ലെന്നുണ്ടെങ്കിൽ കള്ളും കഞ്ചാവും അടിച്ച് MDMA ഒക്കെ അടിച്ചിട്ട് ഓരോരുത്തന്മാർ ആൾക്കാരുടെ മെക്കെട്ട് കയറുന്ന സീൻ, അല്ലെന്നുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരത്തൊക്കെ ആൾക്കാരെ ഇപ്പോൾ കുത്തിക്കൊല്ലുന്നു, വീട്ടിൽ കയറി ആക്രമണം നടക്കുന്നു, വീട്ടിൽ കിടക്കുന്ന കാറുകൾ തല്ലിപ്പൊടിക്കുന്നു. ഇതെല്ലാം ഈ കള്ളും കഞ്ചാവൊക്കെ അടിച്ചും പൊടിയൊക്കെ അടിച്ച് നടക്കുന്ന ടീമാണ്. ഇവന്മാരൊക്കെ ഒതുക്കാൻ നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയനൊന്നും പറ്റുന്നില്ല. പുള്ളിക്കാരന് വല്ല സിനിമാ വകുപ്പ് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കുന്നില്ല. അത് വളരെ സേഫാണ്. പുള്ളിക്കാരന് ഏതെങ്കിലും മീഡിയയുടെ മുമ്പ് വരാൻ നേരത്ത് സിനിമയിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതുന്ന എല്ലാ തരത്തിലുള്ള പഞ്ച് ഡയലോഗ് ഒഴിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വടിവാളിനിടയിലൂടെ നടന്നു, ഇന്ദ്രനാണ് ചന്ദ്രനാണെന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു വലിയ ഫോഴ്സ് കയ്യിലിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും ഗുണ്ടകളുടെ ആക്രമണം കൊണ്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ അടുത്ത സമയത്ത് വലിയ വിവാദം ഉണ്ടായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മക്കളും കൊച്ചുമക്കളും ഭാര്യയും എല്ലാം കൂടെ 3 രാജ്യങ്ങളിലേക്ക് ഒരു പ്രൈവറ്റ് ട്രിപ്പിന് പോയായിരുന്നു, വെക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. വലിയ വിവാദം ഉണ്ടാകുന്ന കണ്ടു. പുള്ളിക്കാരൻ ഇനി ഒരു 6 മാസം എവിടെയെങ്കിലുമൊക്കെ പോട്ടെ, കുടുംബമായിട്ട് നിങ്ങൾ കറങ്ങാൻ പോകും, എൻ്റെ നികുതി പണത്തിൽ നിന്ന് 1000, 2000, 3000, 5000 രൂപ എടുത്തു. അങ്ങനെ കുറേ ആൾക്കാർ നിങ്ങളും താല്പര്യമുള്ളവർ കൊടുക്കുക. ഞാൻ സമ്മതം, മുഖ്യമന്ത്രിക്ക് ഒരു പ്രൈവറ്റ് ട്രിപ്പ്. പണ്ടില്ലേ ഈ മാണി സാറിന് 500 എന്നൊക്കെ പറയുന്ന പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കുടുംബത്തിനും വിദേശ യാത്രയ്ക്ക് എൻ്റെ വക 5000 എടുത്തോ എൻ്റെ നികുതി പണത്തിൽ നിന്ന്, ഞാൻ വേണമെങ്കിൽ കെട്ടിയും വെക്കാം. മുഖ്യമന്ത്രി ഒരു വിദേശ യാത്രയ്ക്ക് പോകും, ഏതെങ്കിലും ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ പോയി, തണുപ്പുള്ള രാജ്യമോ ചൂടുള്ള രാജ്യമോ എവിടെയെങ്കിലും പോയി നിങ്ങൾ എൻജോയ് ചെയ്യും. ആ സമയം ഇവിടുത്തെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കെ.വി. ഗണേഷ് കുമാറിന് കൊടുത്തിട്ടെങ്കിൽ പോകും. പുള്ളി 6 മാസം കൊണ്ട് ഈ പറയുന്ന ഗുണ്ടാക്രമണമൊക്കെ തല്ലി തകർത്ത് അടിച്ചൊതുക്കി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. മുഖ്യമന്ത്രി സിനിമാ വകുപ്പ് വല്ലതും എടുത്തിട്ട് പുള്ളിക്കാരൻ മറ്റേ ഡയലോഗൊക്കെ അടിച്ച് ഒരു സൈഡിൽ നിൽക്കുക. ഈ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ സെക്യൂരിറ്റി, ഒരു പൗരൻ്റെ സെക്യൂരിറ്റി ഭയങ്കര ഒരു
ഇമ്പോർട്ടൻസ് ഉള്ള വിഷയമാണ്. ആ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്കാരൻ്റെ ആഭ്യന്തര വകുപ്പ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഭയങ്കര പരാജയമാണ്, മുട്ടം പരാജയം. കഴിഞ്ഞ 2 ടൈമിലും പുള്ളിക്കാരനാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്. ഈ ഫോഴ്സ് കേരളത്തിൻ്റെ രാജ്യത്ത് ഏറ്റവും നല്ല ഫോഴ്സ് കയ്യിലിരുന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുക. അപ്പം നമ്മൾ ഈ വാചകം അടിക്കുന്നതും പ്രവൃത്തിയും വലിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ നന്നായിട്ട്, പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി നന്നായിട്ട് സംസാരിക്കും, നല്ല ഡയലോഗ്സ് ഒക്കെ പറയും. പക്ഷേ പ്രവർത്തിച്ച് ഒരു ഫോഴ്സിനെ പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിൽ സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പോലീസുകാർക്ക് തന്നെ ഇടി കിട്ടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പം അത്യാവശ്യം കഴിവും പ്രാപ്തിയൊക്കെ ഉള്ളൊരു വ്യക്തിയെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിക്കുക. അതിനകത്ത് ഇന്നിപ്പം ഈ മന്ത്രിസഭയിൽ ഏറ്റവും പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സിനെ കൈകാര്യം ചെയ്ത് കൃത്യമായി പണിയെടുപ്പിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത് KB ഗണേഷ് കുമാറിനെയാണ്. പുള്ളിക്കാരന് ഒരു 6 മാസമെങ്കിലും ഈ ആഭ്യന്തര വകുപ്പ് കൊടുത്തിട്ട് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു വിദേശ യാത്രയ്ക്കോ കുടുംബമായിട്ട് കുട്ടികളായിട്ട് കൊച്ചുമോനായിട്ടൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് പോവാ. എൻ്റെ ഒക്കെ 5000 ധൈര്യമായിട്ട് പോയിക്കോ. 6 മാസം, ഒരു 6 മാസത്തേക്കാണ് ഗണേഷ് കുമാറിൻ്റെ ഈ പരിപാടി ഏൽപ്പിച്ചിട്ട് ഒന്ന് മാറി വല്ല വിദേശ യാത്രയ്ക്ക് പോയിക്കോ കുടുംബമായിട്ട്. എൻ്റെ ഒക്കെ 5000. ആദ്യമായിട്ട് പേജ് കാണുന്നവർ, ഈ അഭിപ്രായമുള്ളവർ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക.